ഹലോ ഫ്രണ്ട്സ്, ഞാൻ മോൾക്ക് കൊടുക്കുന്ന റൈസും സിറിയൽസ്, പൾസസ്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കുറുക്കിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. ഇതിൽ ഷുഗറിനായിട്ട് ഡേറ്റ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരൊറ്റ മീലിൽ തന്നെ കുട്ടിക്ക് ഡെയിലി വേണ്ടുള്ള എല്ലാ ന്യൂട്രീഷൻസും അതിൽ നിന്ന് തന്നെ കിട്ടും. നമുക്ക് അപ്പോൾ റെസിപ്പി നോക്കാം. മട്ട അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മട്ട അരി, പിന്നെ കുറച്ച് ഉഴുന്ന്, ചെറുപയർ തൊലി കളഞ്ഞത്, പിന്നെ നട്ട്സ്, നമ്മുടെ കയ്യിലുള്ള നട്ട്സ് എല്ലാം എടുക്കാം. ഒരു ഏലക്ക. ഡേറ്റ്സ് ഞാൻ കീറിയിട്ട് സൺഡ്രൈ ചെയ്താണ് എടുത്തിരിക്കുന്നത്. സൺഡ്രൈ ചെയ്തിട്ട് നമ്മൾ ഈ കഴുകി ഉണക്കിയ അരിയും ബാക്കി ഉള്ള എല്ലാം റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഡേറ്റ്സും കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്താണ് എടുത്തേക്കുന്നത്. അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് കുറയും. അതുപോലെ തന്നെ നമ്മളിത് പൊടിക്കുന്ന സമയത്ത് ഒട്ടും കുഴഞ്ഞും പോവില്ല. പിന്നെ മക്കാന ആഡ് ചെയ്തിട്ടുണ്ട്, ഓട്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഡേറ്റ്സ് നല്ല വൃത്തിയായിട്ട്, നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഞാൻ തന്നെ പൊടിച്ചെടുത്തത് നല്ല ഫൈനായിട്ട് പൗഡറി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കുറുക്കാൻ നേരത്ത് നമ്മൾ വെള്ളം കുറച്ച് തോനെ ആഡ് ചെയ്ത് വേണം കുറുക്കാനായിട്ട്. കാര്യം അരി ഇടുന്നത് കൊണ്ട് തന്നെ ഇതിന് കുറച്ച് വേവുള്ളതാണ്. നല്ലപോലെ വേവിച്ച് തന്നെ കുട്ടിക്ക് കൊടുക്കണം. 6 മന്ത് മുതലുള്ള ചെറിയ കുട്ടികൾക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. എൻ്റെ മോൾക്ക് ഞാൻ അരിക്കാതാണ് കൊടുത്തത്. കാര്യം പുള്ളിക്കാരിക്ക് ഇച്ചിരി തരിയുള്ളതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. ഡേറ്റ്സ് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അവനിൽ വേണമെങ്കിലും ചെയ്യാം. എനിക്ക് അവനിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഡേറ്റ്സ് വാങ്ങിയപ്പം വാട്ടർ കണ്ടൻറ്റ് കുറവായിട്ടുള്ളത്, അത് നമുക്ക് പല ക്വാളിറ്റി ഡേറ്റ്സ് കിട്ടും. അതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയതാണെങ്കിൽ ഭയങ്കര സോഫ്റ്റായിട്ട് മഷിയായിട്ടിരിക്കുന്നതായിരിക്കും. അതാവുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാനത് നോക്കി വാങ്ങിയതാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കണ്ടൻസിൽ ഓരോ കുട്ടികൾക്കും ഡൈജസ്റ്റ് ചെയ്യുന്നതും അലർജി ഇല്ലാത്തതുമായിട്ടുള്ള ഗ്രെയിൻസ് നോക്കി അതാത് ഗ്രെയിൻസ് ചൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക.